എങ്ങനെ കിട്ടി പെണ്ണേ? ഈ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടി? ദുനിയാവിന് കഴിഞ്ഞതുപോലെ ഒരു കൂരക്കീഴിൽ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും സ്നേഹത്തോടെ കഴിഞ്ഞതുപോലെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. ആഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിൽ സ്വർണത്തിന്റെ ചാരികസേരയിൽ ഭാര്യ ഇടത് സൈഡിൽ ഇരിക്കുകയാണ്, ഭർത്താവ് വലത് സൈഡിൽ ഇരിക്കുകയാണ്. സ്വർണത്തിന്റെ ചാരികസേരയിൽ ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിൽ ഇരുന്നിട്ട് തനിക്ക് അല്ലാഹു നൽകിയ മക്കളെ പിടിച്ച് നടുക്കിരുത്തുകയാണ്. എന്നിട്ടൊരു കുടുംബം പടച്ചവന്റെ സ്വർഗത്തിലിരുന്ന് സുഖിക്കുകയാണ്. എങ്ങനെ കിട്ടി പെണ്ണേ? ഈ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടി? ദുനിയാവിന് കഴിഞ്ഞതുപോലെ ഒരു കൂരക്കീഴിൽ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും സ്നേഹത്തോടെ കഴിഞ്ഞതുപോലെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയതെന്ന് നാളെ സ്വർഗവാസികൾ ചോദിക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ പോകണോ? ചെറുപ്പക്കാരാ, ഈ ദുനിയാവിലെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഇവിടെ കഴിഞ്ഞതുപോലെ കഴിയാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആരുടെയെങ്കിലും കുടുംബജീവിതത്തില് 4 കാര്യങ്ങളുണ്ടോ? അവനും അവന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. രാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, പൊന്നുമോളെ, മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടി മരിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ നിന്റെ ദുനിയാവിലെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു, മക്കളുടെ കയ്യിൽ പിടിച്ചു. ഈ ദുനിയാവിൽ കഴിഞ്ഞതിനേക്കാളും സന്തോഷത്തോടെ റബ്ബിന്റെ സ്വർഗത്തിൽ കടന്ന് സുഖിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നത് 4 കാര്യങ്ങളോ. ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്കൊന്ന് അനുസരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 30, 40, 50 വർഷക്കാല വിവാഹം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന കാലയളവില് വിവാഹം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ആ തുച്ഛമായ കാലമുണ്ടല്ലോ, പരസ്പരം ഒന്ന് മനസ്സിലാക്കി സ്നേഹിക്കാൻ കഴിയുമോ? ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? ആത്മാർത്ഥമായിട്ട് നിന്റെ ഭാര്യയൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹമില്ലാത്ത കാലമാണല്ലോ. സ്നേഹം തേടിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എന്റെ പ്രിയമുള്ളവരെ ഓടി നടക്കുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കു പെണ്ണ്. ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാൽ, ഒരു ഭാര്യയുടെ മനസ്സ് വേദനിച്ചാൽ ഓടിച്ചെന്ന് പറയുന്നത് വാപ്പയുടെ മുന്നിലല്ല, ഉമ്മയുടെ മുന്നിലല്ല, മക്കളുടെ മുന്നിലല്ല, കൂടപ്പറപ്പിന്റെ മുന്നിലല്ല, കൂട്ടുകാരുടെ മുന്നിലല്ല. ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാൽ ആദ്യം പറയേണ്ടത് ഭാര്യയോടാണ്. ഒരു ഭാര്യയുടെ മനസ്സ് വേദനിച്ചാ ആദ്യം പറയേണ്ടത് ഭർത്താവിനോടാ. പൊന്നുമോള്, പ്രിയമുള്ള പെങ്ങളെ, ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്തിട്ട് വൈകുന്നേര സമയത്ത് വിയർത്തൊലിച്ച് തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യരെയും കാത്ത് വീടിന്റെ കവാടത്തിൽ നിൽക്കണം പെണ്ണ്. ഭർത്താവ് കയറി വരുമ്പോ തളർന്ന ശരീരവുമായി കയറി വരുന്ന ഭർത്താവിന് ഇടത് കൈ കൊണ്ട് പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് തലയിൽ കിടക്കുന്ന ഷാളെടുത്ത് ഭർത്താവിന്റെ നെറ്റിത്തടം തുടച്ചു കൊടുത്തിട്ട് പോട്ടേക്ക, എല്ലാ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ പെണ്ണ്? ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ പെണ്ണ്? ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കണം പൊന്നുമോള്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തളർന്ന ശരീരവുമായി കടന്നു വരുന്ന ഭർത്താവിന് കെട്ടിപ്പിടിച്ചൊരു ചുടുചുംബനം കൊടുത്തിട്ട് പോട്ടയിക്ക എന്ന് ജീവിതത്തിൽ ഒരിക്കലൊന്ന് പറയണം മോളെ. അത് പറയുന്ന സമയത്ത് നിന്റെ ഭർത്താവിന്റെ മുഖത്തൊന്ന് നോക്കണം. എന്തൊരു സമാധാനമെന്നറിയോ, എന്തൊരു സന്തോഷമെന്ന്
ദിവസമെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, പൊന്നുമോനെ ഇന്നെങ്ങാണ് നീ മരിച്ചുപോയാ, ഇന്ന് രാത്രി നീ അങ്ങ് മരിച്ചുപോയാ, പടച്ചവനെ നാളെ ദുഹറിന്റെ സമയത്ത് ഇവിടത്തെ പള്ളിയിൽ നിന്നെ കൊണ്ട് കബറടക്കുമല്ലോ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നാളെ മുതൽ യുദ്ധയിരിക്കുകയാണ്. 4 മാസവും 10 ദിവസവും യുദ്ധയിരിക്കുകയാ. ഇദ്ദേഹക്കെ പണ്ടായിരുന്നു ചെറുപ്പക്കാരോ. പെണ്ണുങ്ങള് 4 മാസവും 10 ദിവസവും പടച്ചവരെ ഭർത്താവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടിയിരുന്ന കാലമൊക്കെ മാറിപോരു. അവൾ 1 മാസം വീടിനകത്തിരിക്കുകയാണ്. അത് കഴിയുമ്പോ ബോറടിക്കുമ്പോ മൊബൈലെടുത്ത് വാട്സപ്പും ഫേസ്ബുക്കിലും കയറുകയാ. 2 മാസം കഴിഞ്ഞു, അതും ബോറടിച്ചു. വീടിന്റെ കവാടത്തിൽ, വീടിന്റെ വരാന്തയിൽ വെച്ചിരിക്കുന്ന ഹാളിൽ വെച്ചിരിക്കുന്ന ടിവിയുടെ മുന്നിൽ നിന്റെ ഭാര്യ ഇറങ്ങുകയാ. 4ാമത്തെ മാസം അവള് വീടിന്റെ വെളിയിലിറങ്ങുകയാ. പടച്ചവനെ യുദ്ധയുടെ കാലം കഴിഞ്ഞു. ആ സമയത്ത് കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, പെണ്ണ് ഒരു നല്ല വിവാഹാലോചന വന്നിട്ടുണ്ട്. എന്തു പറയും ചെറുപ്പക്കാരോ? ഒരു സ്നേഹനിധിയായ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് 25 വയസ്സാകട്ടെ, 30 വയസ്സാകട്ടെ, ചെറിയ പ്രായമാണെങ്കിലും അവര് കുടുംബക്കാരോട് പറയും, നിങ്ങൾ എങ്ങനെ പറയല്ലോ വാപ്പാ, മറ്റൊരു വിവാഹത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയല്ലേ. എൻ ഭർത്താവിന്റെ സ്ഥാനത്ത് ഇനി മരിക്കുവോളം ഒരു മനുഷ്യനെ കാണാൻ എനിക്ക് കഴിയില്ല. അള്ളാഹു എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി അങ്ങ് സ്വർഗത്തിലാണ്. എന്റെ ഭർത്താവ് സ്വർഗത്തിന്റെ കവാടത്തിൽ എന്നെയും കാത്തു നിൽക്കുമല്ലോ. ഇനിയുള്ള കാലം ആ മനുഷ്യന് വേണ്ടി ഞാൻ ജീവിക്കാ. പറയുവോ ചെറുപ്പക്കാരാ? നിന്റെ ഭാര്യ നീ ഇന്ന് മരിച്ചു പോയാ പറയുവോ? എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ ഭർത്താവ് പറയുമോ മോള് നീ മരിച്ചല്ലാഹുവേ, അല്ലാഹുവേ 10, 20, 30 ദിവസം കഴിയുമ്പോ ഭർത്താവിന്റെ ചാരത്ത് കൂട്ടുകാരൻ വന്നിട്ട് പറയും, എടാ ഒരു നല്ല പെണ്ണുണ്ടടാ, 1ാമത്തെ വിവാഹം ആലോചിക്കട്ടെ. അല്ലാഹുവേ മരിച്ച് 30 ദിവസമേ ആയിട്ടുള്ളൂ. നിന്റെ ഭർത്താവ് പറയുന്നവര് മറുപടിയുണ്ട്, 40 ആകാതെ പെണ്ണ് കെട്ടിയാ നാട്ടുകാര് എന്തെങ്കിലും പറയുമല്ലോ. ഇത്രയേ ഉള്ള പൊന്നുമോള്, ഇത്രയേ ഉള്ള പൊന്നുമോള്. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ, കുത്തുവാക്കുകളും പരിഹാസവും കളിയാക്കലുമല്ലോ. ചില പെണ്ണുങ്ങള് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങൾ എന്റെ ജീവിതം തുലച്ചു, എന്റെ ജീവിതം തുലച്ചത് നിങ്ങളാണെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു. പെണ്ണ് എങ്ങനെ കഴിയുന്നു പൊന്നുമോള്? നിനക്കൊരു ജീവിതം തന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ഭാവി തുലച്ചത് നിങ്ങളാണ്. എന്റെ വീടിന്റെ മുന്നിൽ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാവലിരുന്നിട്ടുണ്ട്. എല്ലാം തകർത്തല്ലോ, എല്ലാം തകർത്തല്ലോ. നീ അത് പറയുമ്പോ നിന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന ചിന്തിച്ചിട്ടുണ്ടോ? എന്തേ നീ ഇങ്ങനെ ആകാ കാരണമെന്ത്? എന്ത് ചെയ്താലും പെണ്ണിന് പരാതിയാണ്. ചോറ് വെച്ചാലും കറി വെച്ചാലും തുണി കഴുകിയാൽ പടച്ചവനെ എന്ത് ചെയ്താലും പരാതിയാ, പരാതിവാ. പെങ്ങളെ എങ്ങനെ പറയില്ലേ പൊന്നുമോളെ? അങ്ങനെ പരാതി പറയല്ലേ പൊന്നുമോളെ. നിനക്ക് നിന്റെ മഹത്വം അറിയാതെട്ടാ, നിനക്ക് നിന്റെ പ്രതിഫലം അറിയാതെട്ടാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് എന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. കയ്യിൽ 1 കിലോ അരി കൊണ്ട് തന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ചോറ് വെച്ച് തരാൻ പറയുമ്പോ കളിയാക്കാതെ, കുറ്റപ്പെടുത്താതെ, കുത്തുവാക്ക് പറയാതെ ഇതെന്റെ കടമയാണെന്ന് കരുതിയിട്ട് ആ അരി വാങ്ങിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി നിന്റെ ഭർത്താവിന് ചോറ് വെച്ച് കൊടുത്താൽ അള്ളാന്റെ റസൂല് പറയുകയാ, തന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ പെണ്ണേ? അതില് ഓരോ ചോറുണ്ടല്ലോ, ഓരോ അരിമണിയുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതും പെണ്ണേ. ഒരു ചോറിന് പകരം ഒരു നന്മയാണ്, ഒരു പാപം അല്ലാഹു പുറത്തു തരികയാ. നിന്റെ ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തില് ഒരു ചോറിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുകയാണ്, നിന്റെ ഒരു പാപം പുറത്തു തരികയാ. അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ കിടന്ന് ഒരുകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, എമ്മയ്ക്ക് പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച എന്നെ അടുക്കളയിലെ തീയുടെ ചുവട്ടിലിട്ട് പീഡിപ്പിക്കുകയാണ്. എന്റെ സൗന്ദര്യം മുഴുവനും ഈ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് നഷ്ടപ്പെട്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞു മനസ്സ് വേദനിപ്പിക്കും
വേദനിപ്പിക്കുന്ന പെണ്ണ് വെറുതെയല്ല പൊന്നുമോള്. അള്ളാന്റെ റസൂല് പറയുകയാ, അടുക്കളയിൽ ഭർത്താവിന് ജോലി ചെയ്യുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർപ്പങ്ങാടെ താഴെ വീടാ, നരകം നിനക്ക് ഹറാമാ പെണ്ണ്, നരകത്തിന്റെ തീ നിന്നെ തൊടൂല. അള്ളാന്റെ റസൂല് പറയുന്നു, ആ പെണ്ണിന്റെയും നരകത്തിന്റെയും ഇടയില് മലക്കുകൾ 7 കിടങ്ങ് കുടിക്കും. ഫാത്തിമ, പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, ഗർഭിണികളായ ഉമ്മമാരുണ്ടല്ലോ, അള്ളാന്റെ റസൂല് പറയും, ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ, അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും പകരമല്ല നിനക്ക് നന്മ എഴുതി പെണ്ണ്. പ്രസവിച്ച സമയത്ത് നിന്റെ തലയിലെ മുടിയെണ്ണി നോക്കിയിട്ടുണ്ട്, ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും തന്റെ പിഞ്ചുമക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ്. അള്ളാന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കൾക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം പറയുമോ? 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. 1000 ശുഹദാക്കളുടെ പ്രതിഫലം. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, കയ്യും കണ്ണും തലച്ചോറും പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. മക്കൾക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുക്കുന്ന പെണ്ണിന് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് ഭർത്താവിന്റെ തുണി കഴുകാൻ മടിയാ, ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ നിനക്ക് മടിയാണല്ലോ, ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം ഏതെങ്കിലും ഒരു പെണ്ണ് കഴുകി കൊടുത്താ അല്ലാഹു അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അവൾക്ക് എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.